വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖിനായി ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജീബ്, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിക്കായി ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഈ ജാമ്യാപേക്ഷ നൽകിയത്. അതായത് പ്രതിക്കായി ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലാണ് ഇത്തരത്തിൽ ഹാജരായത്. ഇതിലെ അഭിഭാഷകരായ P. പീതാംബരൻ, TP ധീരജ് എന്നിവരാണ് കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 ഈ ചാർജ് എന്ന് വഹിച്ച രമ്യാകൃഷ്ണൻ മുൻപാകെ ഹാജരായി ഈ ഒരു ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യ ഹർജി 18 പരിഗണിക്കുന്നതിലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും ഈ പൊതുവായ കേസുകളിൽ നിയമസഹായം ലഭിക്കാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ നിയമസഹായം ലഭിക്കാൻ മറ്റു മാർഗങ്ങളിലില്ലാത്ത പ്രതികൾക്കും ആളുകൾക്കുമൊക്കെ നിയമസഹായം നൽകുന്ന ഒരു ഇതാണ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ആ സംവിധാനത്തിന് കീഴിലാണ് ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിക്കായി ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി സമർപ്പിച്ച ഈ ജാമ്യാപേക്ഷ 18 പരിഗണിക്കും. മാത്രമല്ല, ഈ മാസം 18 ഷാറൂഖ് സൈഫിയുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതും. നേരത്തെ 11 ദിവസത്തേക്ക് ഷാറൂഖ് സൈഫിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഈ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 വിട്ടു നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഷാറൂഖ് സൈഫിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ മാലൂർ കുന്നിൽ AR ക്യാമ്പിൽ ഈ ദിവസങ്ങളിലായി നടന്നു വരികയാണ്. കഴിഞ്ഞ 6 ദിവസത്തോളമായി പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഈ കസ്റ്റഡി കാലാവധി നൽകിയിട്ട് ഇന്നത്തേക്ക് 5 ദിവസം പിന്നിട്ടു. ഇനിയിപ്പോൾ പ്രതി 6 ദിവസം കൂടിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടാവുക. ആ 6 ദിവസം കഴിഞ്ഞാണ് ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതായത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തിരികെ കോടതിയിൽ ഹാജരാക്കുന്ന ആ സമയത്ത് പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് കോടതി ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും മാലൂർ കുന്നിലെ ക്യാമ്പിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്നു വരികയാണ്. ഇന്നലെ പ്രതിയെ കണ്ണൂരിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അടക്കം എത്തിച്ചാണ് പ്രതിയെ തെളിവെടുത്തത്. D1, D2 കോച്ചുകളിലും ഒപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലുമായിരുന്നു. ഇന്ന് തെളിവെടുപ്പ് നടക്കുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും എന്നാൽ ഇന്ന് പ്രധാനമായും പേപ്പർ വർക്കുകളും മറ്റും തയ്യാറാക്കുന്നതിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം തെളിവെടുപ്പ് നടത്തിയില്ല. ഇനിയിപ്പോൾ നാളെ തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഈ അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത്. ആ സമയത്താണ് ഇപ്പോൾ പ്രതി ഷാറൂഖ് സൈഫിക്കായി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അജി, ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാറൂഖ് സൈഫിക്കായി ജാമ്യാപേക്ഷ നൽകി. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യ ഹർജി 18 കോടതി പരിഗണിക്കും. പ്രതിക്കായി ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലായാണ് ഹാജരായത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.